നമസ്കാരം എല്ലാ TC പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണവിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത തൃശ്ശൂരിൻ്റെ സ്വന്തം താരം തന്നെയാണ്. മലയാള സിനിമാ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, സംഗീത സംവിധാന രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, പാട്ടിൽ ഒരുപാട് ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു താരമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മണികണ്ഠൻ അയ്യപ്പ. മണികണ്ഠ, സ്വാഗതം ആൻഡ് ഹാപ്പി ഓണം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ സ്വന്തം ആളാണ് മണികണ്ഠൻ അയ്യപ്പ എന്ന് പറയുമ്പോൾ. ഇവിടെയാണ്, തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂരിലാണ് ജനിച്ച് വളർന്നത്. ഈ ഓണം എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് ഈ ഓണത്തിൻ്റെ ഒരു വൈബൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ഓണത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നത്? ഓണത്തിനെ കുറിച്ചുള്ള മെമ്മറികളും അധികം ഞാൻ കുറേ കാലമായിട്ടാണ് TCVക്ക് വരുന്നത്. TCVയിലിരിക്കുമ്പോഴുള്ള എൻ്റെ ഒരു ഓർമ്മയുണ്ട്. അനിൽ ബാബു സാറാണ് എന്നെ ഒരു ഇൻ്റർവ്യൂയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് സാറ് കൊണ്ടുവരുന്നത്. അപ്പോൾ തിരിച്ച് TCVക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ എനിക്ക് വേണ്ടി ഇൻട്രോ പറഞ്ഞ ആളുടെ ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ അതൊക്കെ എല്ലാം കൊണ്ടും എനിക്കൊരു പഴയകാല ഓർമ്മ. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സോങ്ങൊക്കെ ഞാൻ കമ്പോസ് ചെയ്ത് വരുന്ന സമയത്ത് പൂരം വരവായി അതൊക്കെ. അപ്പോൾ നമ്മുടെ ബഡ്ഡിങ് സ്റ്റേജിൽ ചെയ്തിട്ടുള്ള വർക്കൊക്കെ TCVയിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും TCVയിൽ ഈ ഓണത്തിന് കൂടാൻ സാധിച്ചൊരു സന്തോഷം. തീർച്ചയായിട്ടും നമുക്കും വലിയ അഭിമാനമാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, ആ യുഗപുരുഷൻ്റെ ഒരു സമയത്ത് മോഹൻ സിത്താര സാറിൻ്റെ അസിസ്റ്റൻ്റായി നിൽക്കുന്ന ആ ഒരു സമയത്ത് മണികണ്ഠൻ്റെ സ്റ്റോറി ചെയ്ത്, അത് ലിറ്ററലി ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ്. ആ ആളെയാണ് ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരുപാട് പാട്ടുകൾ നമുക്കായിട്ട്, അതും അടിപൊളി പാട്ടുകൾ തന്നെയാണ് നല്ലത്. പിന്നെ നമ്മുടെ മെക്സിക്കൻ അപാരതയിലെ അത് വമ്പൻ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടും കൂടിയാണ് അതിൽ. അപ്പോൾ എന്തായാലും മണികണ്ഠൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു പാട്ടില്ലാതെ തുടങ്ങാന്ന് പറയുന്നത് അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേരും മൂളിയിട്ടുണ്ട്. നമുക്ക് പാട്ടിലേക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. കാരണം അത്ര രസമായിട്ട് തന്നെ മണികണ്ഠൻ പാടിയിട്ടുണ്ട്. ഇപ്പം ഈ ഓണത്തിന്റെ സമയത്ത് എങ്ങനെയാണ്, എപ്പോഴും വീട്ടിലാണോ ഉണ്ടാവാറ്, അതോ സെറ്റിന്റെ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട വർക്കുകളിലായിരിക്കും? എങ്ങനെയാണ് ഓണവുമായി ബന്ധപ്പെട്ടുണ്ടാവാറ്? ഇല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു വർഷമൊക്കെ തൊട്ടാണ് കുറച്ചുകൂടെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാൾ എനിക്ക് ഗ്യാപ്പുകൾ കിട്ടിയിരുന്നു. ഗ്യാപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കഴിഞ്ഞാൽ അത്യാവശ്യം സമയം ഉണ്ടാവും. പിന്നെ ഈ ജിങ്കിൾസ് അതിലേക്കാണ് ഇങ്ങനെ നിന്ന് പോയിരുന്നത്. റീസെൻ്റ്ലി ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2023 തൊട്ടാണ് ഒന്നും കൂടെ ഒരു കുറച്ച് എപ്പോഴും കയ്യിലൊരു സിനിമ എന്നുള്ളൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ 2 വർഷത്തെ കാര്യത്തിൽ മാത്രമേ കുറച്ച് ബിസിയുള്ളൂ. അതുവരെ അമ്മയും വീട്ടിലായിട്ടുള്ള ഓണം. അപ്പോൾ അങ്ങനെയാണ് പോകാറ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല പാട്ടുകളും ഒരു നാടൻ ടച്ച് എപ്പോഴും പാട്ടുകളിൽ ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് എങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ അതോ എന്താണ് അതിനോടുള്ളൊരു ഇഷ്ടം? അത് അതെങ്ങനെ സംഭവിച്ചു പോയതാണ്. കാരണം ഒരു മെക്സിക്കൻ അപാരതയാണ് ആദ്യത്തെ സിനിമ. അതെ. അതുവരെ ഒന്നും ഫോക്ക് കാര്യങ്ങളൊന്നും അധികം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഫോക്ക് പാട്ടുകൾ പാടിയിട്ടില്ല.
മെക്സിക്കൻ അപാരത എന്ന് പറയുമ്പോൾ അതിനകത്തും ഫോക്ക് കാര്യങ്ങളില്ല. ഇല്ല, അതെ. ഇവളാരോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, പിന്നെ മുന്നേറാൻ സമയമായി, അല്ല വിപ്ലവഗാനം, പിന്നെ കലിപ്പ് കട്ടക്കലിപ്പ്, അതിലെ ഏറ്റവും ആദ്യത്തെ സോങ്, ഇതെല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആണ്. കുറച്ച് ഒന്ന് വിപ്ലവഗാനാണെങ്കിൽ മറ്റത് ഒരു ലവ് ട്രാക്കാണ്. പക്ഷെ അതിലൊന്നും ഫോക്കില്ല. മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ പടത്തിൽ ഒന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ബ്രേക്കായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സിനിമകൾ ചെയ്തിട്ടില്ല. ആ ബ്രേക്കിൻ്റെ സമയത്താണ് ആട്ടം കലാസമിതിയായിട്ട് ലിങ്കായിട്ട് ഒരു പൂതൻ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ചെയ്യണ ഒരു കാര്യം. ആ ആൽബമാണ് സത്യത്തിൽ അത് റിലീസാവുന്നതോട് കൂടിയിട്ട് ഈ ഫോക്കായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിളിക്കാൻ തുടങ്ങി. അവിടെ തൊട്ടാണ് ശരിക്കും അതിലെ പെർക്കഷൻ, അതിലെ ഋതത്തിൻ്റെ കാര്യമൊക്കെ ആട്ടം കലാസമിതിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ വർക്ക് കേട്ടിട്ടാണ് എനിക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പോൾ ജെയ്ക്സ് വിജോയ് എന്ന് പറഞ്ഞൊരു മുൻനിരയിൽ നിൽക്കുന്ന മ്യൂസിക് ഡയറക്ടറാണ്, അദ്ദേഹമായിട്ടൊരു പരിചയം വരുന്നത്. അത് അദ്ദേഹമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണതൊക്കെ ജ്യോതിഷ് കാശി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. പക്ഷെ പുള്ളി എൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് പൂതനാണ്. അപ്പോൾ ആ ഒരു സോങ്ങോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞ ഫോക്ക് കാര്യങ്ങളെ കുറിച്ച് ഇത് പറയണത്. അപ്പോൾ അതിന് ശേഷമാണ് ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊരു അതൊരു ചെറിയ ഫോക്കായിരുന്നു. ഇങ്ങനെ അതെങ്ങനെയോ സംഭവിച്ചു പോയതാണ്. പിന്നത്തെ വരുന്ന വർക്കുകളിലൊക്കെ എന്തെങ്കിലും ഫോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ജെയ്ക്സ് ഏട്ടൻ മുഖാന്തരമാണ് പിന്നെ ചെയ്യുന്ന വർക്കുകൾ. അപ്പോൾ ജെയ്ക്സ് ഏട്ടൻ ഫോക്ക് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെറിയ പീസുകളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഉടുക്ക് പറഞ്ഞ സിനിമയിൽ അതിന്റെ പ്രൊമോ സോങ്ങിലൊക്കെ അതൊക്കെ ഓടും തൊട്ട് ഇങ്ങനെ വന്നു പോയതാണ് പാട്ടുകളാണ് അതൊക്കെ. അപ്പൊ എന്തായാലും പൂതനിലെ ഒരു 2 വരി പാട്ട് നമുക്കൊന്ന് കേൾക്കാം. വണ്ടോടിൻ വടിവിലഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൻ തൂവെള്ളി ചെറുമുല്ലപ്പൂമുനയാ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടെയിരുന്നെഴുതാലോ പൊന്നുണ്ണി പൂങ്കരളെ പോനണയും പൊൻകതിരെ പൊന്നുണ്ണി പൂങ്കരളെ പോനണയും പൊൻകതിരെ കിളിവാതിലിൽ കൂടി തൂറു കണ്ണും പായിച്ച് പകലൊക്കെ പാർക്കുന്നു പൂതൻ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പം 2017 ശരിക്കും സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ട് മാറുന്നത്. ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന ഫിലിമിൽ അതിൽ തന്നെ ഒരു നല്ല ലവ് ട്രാക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആള് കട്ടക്കലിപ്പല്ലെങ്കിലും പാട്ട് എഴുതിയത് ഭയങ്കര കട്ടക്കലിപ്പിലാണ്. ഒക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പാട്ടുകൾ. എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? ആ സിനിമ ഞാൻ ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കാനൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സിദിൽ സുബ്രഹ്മണ്യൻ, അദ്ദേഹമാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടോം ചേട്ടനോട്. അങ്ങനൊരു ആ സമയത്ത് നമ്മുടെ പൂരം വരവായൊക്കെ ചെയ്യുന്ന ആ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഒരു സമയത്തേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അശ്വിനിയുടെ അവിടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അജി, ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അർഷിദ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇടയ്ക്ക് ഒരു എന്തെങ്കിലുമൊക്കെ കമ്പോസ് ചെയ്തൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു സിനിമ എന്ന് പറഞ്ഞ കാര്യമൊന്നും നമ്മൾ അപ്പോൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ സിദിലാണ് ഒരു വട്ടം വന്നിട്ട് നിനക്കൊരു സിനിമ തന്നു കഴിഞ്ഞാൽ നിനക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ചുമ്മാ തോന്നിയൊരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ടോമി മട്ടി അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തു. അദ്ദേഹം എനിക്ക് കട്ടകലിപ്പ് എന്നുള്ളത് വാട്സാപ്പിൽ അയച്ചു തന്നു. അപ്പോൾ അത് ഞാൻ അന്ന് രാത്രി ഒരു പാട്ടാക്കി തിരിച്ചയച്ചു കൊടുത്താണ്. അപ്പോൾ അത് പുള്ളിക്ക് ഓക്കെ, അദ്ദേഹം എനിക്കൊരു കോൺഫിഡൻസ് തന്നു. അവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്കും അദ്ദേഹം പറഞ്ഞ ഇത് കുഴപ്പമില്ല, അടിപൊളിയാണ്, ഇത് നമുക്ക് മുന്നോട്ട് പോകാം, ഇതിന് മാക്സിമം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നീ പറഞ്ഞു, നമുക്ക് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ സോങ്ങിന് തന്നെ നമുക്ക് സപ്പോർട്ട്, ഫിനാൻഷ്യലി നല്ല സപ്പോർട്ട് കിട്ടുക. അതായത് ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഒരു സോങ്ങിന് അത്യാവശ്യം പൈസ ചിലവുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് അതുവരെ കിട്ടാത്തിരുന്നത്. ഒരു സോങ്ങോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് ഇതിന്ന് എന്ത് ലാഭം ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറല്ലായിരുന്നു. അത് ടോമി മട്ടി എന്ന് പറഞ്ഞൊരു, ഞാനൊരു നവാഗതനാണെന്നോ ഞാൻ എന്ത് ചെയ്യുന്നൊന്നും അറിയാതെ എനിക്കൊരു 80,000 അടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ് ഈ പാട്ട് നന്നാക്കാനായിട്ട്. അപ്പോൾ
പുള്ളി എനിക്ക് ഇത്രയും കോൺഫിഡൻസ് തരുമ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് കൊടുക്കണം. അത് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സിനിമയിലെ എല്ലാ പാട്ടുകളും ഒരു വിധം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈ കട്ടക്കലിപ്പും മറ്റേ ലവ് ട്രാക്ക് പാടിയതൊക്കെ നല്ല രസമായിട്ട് വിജയ് യേശുദാസാണ് അത് പാടിയിട്ടുള്ളത്. അപ്പം കുറെ പേർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു, മണികണ്ഠനാണോ അത് ചെയ്തിട്ടുള്ളതെന്ന് കുറെ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ എങ്കിൽ പോലും അടിപൊളി പാട്ടുകളാണ് എല്ലാം അതും എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് 5 കള്ളക്കോക്കാൻ എന്ന് പറയുന്ന സിനിമയിലേക്കാണ്. അപ്പം അവിടെ നിന്ന് ഇവിടേക്ക് ഇപ്പോൾ ഈ 5 കള്ളക്കോക്കാൻ എന്ന് പറഞ്ഞ സിനിമയിലേക്കുള്ള ഒരു യാത്ര അതെങ്ങനെയായിരുന്നു? ഫുൾ കോമഡിയാണ് സത്യത്തിൽ. അത്ര സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കഷ്ടപ്പാടുകൾ അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. സ്ട്രഗ്ലിങ് പീരീഡൊക്കെ എല്ലാ മ്യൂസീഷ്യനുകൾ മാത്രമല്ല ഏത് ഫീൽഡിലും നല്ലൊരു അങ്ങനെ ഒരു സമയം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയങ്ങളൊക്കെ തരണം ചെയ്തതിന് ശേഷമാണ് സിതിലായിട്ട് കണ്ടുമുട്ടണത് ഈ സിനിമയിലേക്ക് വരണതൊക്കെ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മോഹൻ സാറിൻ്റെ അവിടെയൊക്കെ നിന്നിട്ടും അത്യാവശ്യം സാറ് അത്യാവശ്യം ആളുകളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കൊരു മുതൽക്കൂട്ടായിരുന്നു. പക്ഷെ എന്നാലും സുഹൃത്തുക്കൾ തന്ന ഒരു പിൻബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതാണ്. കാരണം മുഹമ്മദ് അലി പുള്ളിയാണ് ഒരു കീബോർഡ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറെ കുറിച്ചിട്ടൊക്കെ എനിക്കൊരു ധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോഹൻ സാറിൻ്റെ അവിടെ വന്നിട്ട് എനിക്കത് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അതൊക്കെ അറിയുന്നത് പുള്ളിയുടെ അടുത്തു നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സുഹൃബന്ധത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ളൊരു കാര്യമാണ് പ്രോഗ്രാമിംഗ്, സൗണ്ട് എഞ്ചിനീയറിങ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അല്ലാതെ ശരിക്കും ഞാൻ ഒരു കോഴ്സായിട്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ തീർച്ചയായും അവർക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട് എൻ്റെ ഒരു യാത്രയിൽ. ഈ മെക്സിക്കൻ അപാരത കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടിയല്ലോ. അപ്പോൾ അത് വെച്ച് പിന്നീട് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യണം. അപ്പോൾ എന്താ പറയുക, ഒരു ഭാഗ്യം ദൈവാനുഗ്രഹമൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലൊരു ടീമുകളായിട്ട് ബന്ധപ്പെടാൻ പറ്റി. ഞാൻ പറയുന്ന അംഗീകരിക്കുന്ന കുറച്ച് ഡയറക്ടേഴ്സ്, അതിന് നന്ദി പറയണം. നമ്മൾ പറയുന്നൊരു അഭിപ്രായം എടുക്കാൻ പറ്റുന്നൊരു ഡയറക്ടർ വരണമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ ഈ 5 കള്ളക്കോക്കാൻ വരെ എനിക്കത് വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് എൻ്റെ കൂടെ നിൽക്കാവുന്ന. അപ്പോൾ അതുകൊണ്ട് എനിക്കും അവർക്ക് തിരിച്ചും കൊടുക്കാനുള്ള നമുക്ക് ആ ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ അത്രയും ഏറ്റവും കൂടുതൽ എന്താണെന്നുള്ളത് കൊടുക്കാനും പറ്റും അങ്ങനെ ഒരു ഡയറക്ടർ ആകുമ്പോൾ തീർച്ചയായിട്ടും. പിന്നെ ഒപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന അവാർഡ് വരെ നേടിയിട്ടുള്ള പല്ലൂട്ടി എന്ന സിനിമയിൽ, അതിലും ഒരുപാട് ആ സിനിമയിലെ പാട്ടുകാരനായാലും അഭിനേതാക്കൾക്കായാലും ഒക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി പാട്ടുകളാണ് അതിലും ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു സംഗീത സംവിധാനം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പല്ലൂട്ടി 90s കിഡ്സ് എനിക്ക് തോന്നുന്നു ഈ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2-3 വർഷമായിട്ട് കഴിഞ്ഞിട്ടാണ് 2023 ഈ സിനിമയെക്കുറിച്ച് ആളുകൾ അറിയുന്നത്. അതിന് മുന്നേ ഞങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് സ്ലോലി ആണ്, കുറച്ച് പാർട്ടൊക്കെ ആയിട്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തത്. അത് തുടങ്ങുന്ന സമയത്ത് ഞാനില്ല. സിനിമ ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജിതിനായിട്ട് പിന്നീടാണ് വരുന്നത്. അതെ സംസാരിക്കുന്നത്. സാജിദ് യാഹിയ പ്രൊഡ്യൂസർ, അവരൊക്കെ ആയിട്ട് ഒരു ടീമായിട്ട് വരണത്. അതിലിപ്പോൾ എനിക്ക് രോഹിത് എഡിറ്റർ മാത്രമാണ് എനിക്ക് മുന്നേ ഭയങ്കര ക്ലോസ് ആയിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നത്. ഞങ്ങൾ തുമ്പി എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആ സമയത്തൊരു ആൽബം സോങ് ചെയ്തിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് രോഹിത്തായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധം, കുറച്ച് സുഹൃത്തുക്കൾ അങ്ങനെ പല്ലൂട്ടിയിലുണ്ടായി. പിന്നെ ജിതിനായിട്ട് നല്ലൊരു ആത്മാർത്ഥ ബന്ധമായി. ഒരു ഫാമിലി ഫ്രണ്ട് പോലെ ഒരു ഡയറക്ടർ എന്നുള്ളൊരു രൂപത്തിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തായാലും എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ട എന്താ പറയുക, ആ ഒരു സമയത്ത് എനിക്ക് വന്ന സിനിമകളിൽ ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു പല്ലൂട്ടി. അപ്പോൾ അത് ആസ്വദിച്ചിട്ട് തന്നെ ചെയ്തു. കുട്ടികളുടെ സിനിമ ആയതുകൊണ്ടുള്ളൊരു. പിന്നെ ജിതിനൊക്കെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തീർത്തത്. എനിക്ക് തോന്നുന്നു ഒരു 80% എൻ്റെ വീട്ടിൽ തന്നെയാണ് അതിൻ്റെ ഫുൾ വർക്കും ഏകദേശം ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷമാണ് എറണാകുളത്ത് പോയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ വർക്കുകൾ കഴിയുമ്പോഴും ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് എന്ന് പറയുന്ന പോലെയാണ് ഫാമിലിയുടെ സപ്പോർട്ട്. അപ്പോൾ ഫാമിലിയെ കുറിച്ചൊന്ന് പറയും. ഫാമിലി ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാനും അമ്മയും മാത്രമായിരുന്നു എൻ്റെ ഫാമിലിയിൽ. പക്ഷേ അതിനുശേഷം വൈഫ് ദിവ്യ, പുള്ളി അഡ്വക്കേറ്റാണ്. അപ്പോൾ പക്ഷേ മ്യൂസിക്കായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആൾക്കും ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ ആളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ മോള് ശങ്കരി എന്നാണ് പേര്. മോളിപ്പോൾ എത്രയായിട്ടുണ്ട്? മോളിപ്പോൾ 5 വയസ്സ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്, ഇപ്പം ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? പുതിയ സിനിമകൾ എന്തായാലും ഉണ്ട്. ഒന്ന് അഞ്ചകളവക്കാൻ്റെ നമ്മുടെ ഉല്ലാസ് ചെമ്പൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രൊജക്റ്റ്, അതിലും എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയ സന്തോഷം. കൂടാതെ എനിക്ക് തോന്നുന്നൊരു 7ഓളം സിനിമയുടെ അടുത്ത് ഈ വരുന്ന മാർച്ചിൻ്റെ ഉള്ളിൽ ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര സിനിമകൾ, സിനിമയായതുകൊണ്ട് എത്ര സിനിമകൾ മുന്നോട്ട് എങ്ങനെ തുടങ്ങുമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഒത്തിരി സിനിമകളുണ്ട്. ഇപ്പോൾ ഈ സെപ്റ്റംബർ ലാസ്റ്റോട് കൂടിയിട്ടൊരു പടം തുടങ്ങുന്ന, നവംബറിലുണ്ട്, ഡിസംബറിൽ 3 സിനിമയുണ്ട്. ഇതെല്ലാം കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് സിനിമകളുണ്ട്. എല്ലാത്തിനും ഇപ്പോൾ ഇതുപോലെ അഞ്ചകളവക്കാനും ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ കിട്ടിയ പ്രോത്സാഹനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും മീഡിയയുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ തൃശ്ശൂർക്കാരനാണ്, അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സപ്പോർട്ട് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. കാരണം അത്രയും നല്ല മ്യൂസിക്സ് ആണ് നമുക്ക് തരുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് അതിൽ ഇന്ന പാട്ട് അങ്ങനെ ഉണ്ടോ, അതോ അതിൻ്റെ ഒരു യാത്രയിലാണോ പിന്നീട് അറിയുക അതിലൊരു സംഗീതം ചെയ്യണം എന്നൊക്കെ പിന്നീടാണോ അറിയുക? ഇപ്പോൾ എല്ലാം കുറച്ച് ഫാസ്റ്റാണല്ലോ എല്ലാ കാര്യങ്ങളും. ഇന്ന് ഒരു സിനിമയെ കുറിച്ചൊരു ചർച്ച ചെയ്ത് സ്റ്റോറിയൊക്കെ ചിലപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഇന്ന് ഉച്ചയ്ക്ക് കുറച്ചുകൂടെ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഇന്ന് 6 മണിക്ക് കുറച്ചും കൂടെ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. 7 മണിക്ക് ചിലപ്പോൾ അതിലൊരു പാട്ട് പ്ലാനായി ഉണ്ടാവും. മറ്റന്നാൾ ചിലപ്പോൾ ആ പാട്ടിൻ്റെ റിലീസ് ആവും. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു എന്താ പറയുക, അത്ഭുതകരമായിട്ടാണ് പോകണത്. ഇപ്പോൾ AI വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തും ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നൊരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കുടുക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 6 മണി 7 മണിയാകുമ്പോൾ ബിലഹരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞാണ് നമുക്കൊരു കുറച്ചൊരു ഒരു നാടൻ പാട്ട് പാറ്റേണിലുള്ളൊരു പാട്ട് വേണം. അപ്പോൾ എന്തെങ്കിലും ഒരു താളം ബീറ്റൊക്കെ ആയിട്ട് നമുക്ക് അതിലൊരു ഫൈറ്റും കൂടിയും ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ രാജു വർഗീസൊക്കെ കൂടി ഡാൻസ് കളിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് രാത്രി 12 മണിക്ക് വെറുതെ ചുമ്മാ തോന്നിയൊരു സാധനം ഞാൻ അങ്ങനെ പാടിയിട്ട് അതിനൊരു ബീറ്റ് വിട്ടിട്ട് തിരിച്ച് അയച്ചതാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ ലിറിക്ക് എഴുതി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വെറുതെ ഒരു റഫ് ട്രാക്ക് പാടിയിട്ട് അതിന് ആ പുള്ളി നന്ദകുമാർ കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് അത് എഴുതിയത്. അത് തിരിച്ചയച്ചു. അത് പുള്ളിയാണെങ്കിൽ അത് അടിപൊളിയായിട്ട് ഞാൻ ഈ വായത്താരി എഴുതി അതേപോലെ തന്നെ തന്നെ അങ്ങനെയൊക്കെ എഴുതിയത്. അത് ഞാറ് മുങ്ങണ് വരമ്പ് അത് കറക്റ്റായിട്ട് പുള്ളി അത്ര അടിപൊളിയായിട്ട് പുള്ളി തിരിച്ചയച്ചു തന്നു. അപ്പോൾ അത് അപ്പം തന്നെ അന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് പാടി. 3-ാമത്തെ ദിവസം പാടിയ ആ ഒരു വോയിസാണ് അത്. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പാടിയ വോയിസാണ്. അതിനുശേഷം അത് സ്റ്റുഡിയോകളിലൊന്നും അധികം പാടി അതിന് കോറസ് അധികം എടുക്കുക എന്നുള്ളൊരു കാര്യമൊന്നും ചെയ്തില്ല. ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. ഞാൻ ആദ്യം പാടിയ ആ ട്രാക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം കൊണ്ട് പിന്നെ 1 ദിവസം കൊണ്ട് കമ്പോസിങ് കഴിഞ്ഞ ഒരു പാട്ടാണ് കുടുക്ക് അല്ലെ തെയ്തക എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുടുക്കിലെ 2 വരി പാട്ട് കേൾക്കാം. താനന്ന 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 തന്നാനേ താനന്ന 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 തന്നാനേ താനന്ന താനന്ന താനാനേ തന്നാനേ താനന്ന താനന്ന താനാനേ തന്നാനേ. ആരാന്റെ കണ്ടത്തിലെ ആരാണ്ട കൊത്തണത്, ആരാന്റെ തെങ്ങും മേലെ ആരാണ്ട ചെത്തണത്, നല്ല ചങ്കാവിലെ കോരന്റെ കുട്ടിയാണേ ഞാനാണ്ട പാടത്തെ കരുമടി മുത്താണേ. കളിക്കും കോരനും കടിഞ്ഞുല് ഞാനാണ്ട, കാത്തൂനും ചിരുതയ്ക്കും കുഞ്ഞാഞ്ഞ ഞാനാണ്ട. നടകാളെ നേരം പോയി മുമ്പേലും ഞാനുണ്ട്, മാളോരെ കൂട്ടിട്ട് കൊയ്യാനും ഞാനുണ്ട്. തെയ്തക 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 തെയ്ത തെയ്തക 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 തെയ്ത. ഞാറ് മുങ്ങണ് വരമ്പ് മൂടണ് നേരം മങ്ങണ് കണ്ട, കോളു മുങ്ങണ് ഓളു മുങ്ങണ് ഓപ്പമുണ്ടണ് കണ്ട. താത്തിക്കൊയ്യണ് താളത്തിക്കൊയ്യണ് നീട്ടിക്കൊയ്യണ് കണ്ട, വട്ടി നിറയ്ക്കണ് കൊട്ട നിറയ്ക്കണ് നാഴി നിറയ്ക്കണ് കണ്ട. തെയ്തക 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 തെയ്ത തെയ്തക 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 തെയ്ത. എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്ത ഒരു പാട്ടാണിത്. ഒരുപാട് റീലുകൾ ഇതിൻ്റെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ആൽബങ്ങളും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഏതാ പരസ്യങ്ങളൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ളത്? പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭീമയുടെ പരസ്യപ്പ് ലേറ്റസ്റ്റ്, പിന്നെ ശ്രീകുമരൻ തങ്കമാളിക, ഡബിൾ ഹോഴ്സ്. നമ്മുടെ ഇപ്പോഴത്തെ റീസണിലുള്ള ഒരു ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ കിറ്റക്സ് സ്കൂബിയുടെ ബാഗിൻ്റെ പരസ്യമൊക്കെ ഞാൻ തന്നെയാണ് ലേറ്റസ്റ്റ്
അതുപോലെ ഡബിൾ ഹോഴ്സ് ജോയ് ആലുക്കാസിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പരസ്യങ്ങളിലും ഉണ്ട്. നന്ദിലത്ത് ജിമാട്ട് അവരൊക്കെ ആഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട കുറേ ചെറിയ സ്ഥാപനങ്ങളുടെയും ആഡുകൾ ചെയ്തിട്ടുണ്ട്. ഈ ആൽബങ്ങളുടെ പറയുമ്പോൾ ഈ കോവിഡിന്റെ സമയത്ത് ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, റിട്ടേൺ എന്ന് പറഞ്ഞിട്ട്. അതിലൊരു മനോഹരമായ പാട്ടുണ്ടോ? വിനീത് ശ്രീനിവാസനാണ് പാടിയിട്ടുള്ളത്. അത് ആ സമയത്തും ഇപ്പോൾ നമ്മുടെ ഈ വയനാട് ദുരന്തത്തിന്റെ സമയത്തും ആ പാട്ട് കുറച്ച് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് വൈശാഖ് സുഗുണൻ എന്ന് പറഞ്ഞ ലിറിസിസ്റ്റാണ് അത് എഴുതിയിട്ടുള്ളത്. മൃദുൽ നായർ ഡയറക്ട് ചെയ്തൊരു റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അതിൽ തകതെയ്ത 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 തകതാരോ തകതെയ്ത 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 തകതാരോ നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോളം വീശിയടിച്ചൊരു കാറ്റിനെ നമ്മൾ മലകേറ്റി. നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോളം വീശിയടിച്ചൊരു കാറ്റിനെ നമ്മൾ മലയേറ്റി. ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ. ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ. നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോളം വീശിയടിച്ചൊരു കാറ്റിനെ നമ്മൾ മലയേറ്റി. തകതെയ്ത 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 തകതാരോ. ഇങ്ങനെ ഈ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ നിങ്ങളുടെ ഇടയിൽ? അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഓർമ്മ? ഈ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടുമിക്ക ഡയറക്ടേഴ്സിന് ഞാൻ ആദ്യം ഒരു പടത്തിൻ്റെ ഒരു 80% പരിപാടി വരെ നേരിട്ട് കാണാറില്ല. എല്ലാവരും ഫോണിൽ മാത്രമാണ് കോണ്ടാക്ട് ചെയ്തിട്ട്. ഇവളാരോ എന്ന് പറഞ്ഞൊരു സോങ്ങിൻ്റെ ഒക്കെ, അതായത് കലിപ്പ് സോങ് കഴിഞ്ഞ് ഇവളാരോ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ഒക്കെ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ടോം ഇമ്മട്ടി എന്ന് പറഞ്ഞ ഒരാളിനെ നേരിട്ട് കാണുന്നത്. അതുവരെ ഫോണിലുള്ള ഒരു സംസാരം മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഒട്ടുമിക്ക ഡയറക്ടേഴ്സും. ഇപ്പോൾ നിർമ്മൽ സഹദേവ് എന്ന് പറഞ്ഞ ഒരാളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുമാരി എന്ന് പറഞ്ഞ സിനിമയിൽ ജയ്ക്ക് സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത കുമാരിയുടെ സംവിധായകനെ കണ്ടിട്ടില്ല. എല്ലാവരെയും കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു കണക്കിന് അത് എനിക്കൊരു ഗുണമായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം നമുക്ക് ഒരാൾ പറഞ്ഞു തരണമെങ്കിൽ അയാളെ കാണുമ്പോഴും നമുക്കൊരു സീരിയസ് ഒരു ഇതായിട്ട് തോന്നണം. അപ്പോൾ നമ്മൾ ഈ വോയിസ് മാത്രമാകുമ്പോൾ ആളുകൾക്ക് പിടുത്തം കിട്ടില്ല. ഇയാൾ എത്ര ഹൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇത് ഈ ആകാര എന്താ പറയുക, ഈ ലുക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു എലമെൻ്റ് ഉണ്ട്. പക്ഷേ ഞാനത് വിചാരിക്കണത് ഒരു അനുഗ്രഹമായിട്ടിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അധികം പിടികൊടുക്കാതെ നമ്മുടെ മ്യൂസിക്കിനെ ആദ്യം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു രസകരമായൊരു കാര്യം ഇതിലുണ്ടായിട്ടുള്ളത്, ഒരു ഷോയില് മാളാരവിന്ദൻ ചേട്ടനൊക്കെ വരുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം എന്നെ വേദിയിൽ വെച്ചിട്ട് ചോദിച്ചു, നീ മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മണികണ്ഠൻ ഈ പോസ്റ്ററിൽ ഈ ഫംഗ്ഷനിലുള്ള ആളാണ് മണികണ്ഠൻ. ആ നിനക്ക് ആദരവ്. ആ പക്ഷെ ഞാൻ ഇങ്ങനെയല്ലല്ലോ വിചാരിച്ചത്, നീ ഒരു കാര്യം ചെയ്താൽ മതി, ആ ഫോട്ടോ മാത്രം കൊടുത്തേച്ചാൽ മതി. അങ്ങനെ ഒരു നമ്മളെ കാണുമ്പോഴുള്ള ഒരു വ്യത്യാസം, ഫോട്ടോയിലുള്ള വ്യത്യാസം, അതാണ് ആള് സൂചിപ്പിച്ചത്. പിന്നെ പുള്ളി എന്നെ പറഞ്ഞു എന്നോട്, ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ നേരത്തെ കുമാരിയുടെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു സിനിമയിൽ BGM ചെയ്തിട്ടുള്ളത് കുമാരി എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു. അപ്പൊ അതിലേക്ക് വന്നൊരു യാത്ര എങ്ങനെയായിരുന്നു? ശരിക്ക് കുമാരി അല്ല ഏറ്റവും ആദ്യം ചെയ്യുന്നത്, പല്ലുട്ടി 96 അതാണ് ശരിക്കും ചെയ്യുന്നത്. അതിനുശേഷം കൊത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ, അതാണ് എനിക്ക് ജയ്ക്ക് ചേട്ടൻ പരിചയപ്പെടുത്തി. ജയ്ക്ക് ചേട്ടനായിട്ട് ഒരു പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ട് കൊത്ത് എന്ന് പറഞ്ഞ ടീസറിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിനകത്തും കുറച്ച് ചെറിയൊരു സീനിൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്ത് ആ ഒരു പാരലലി ആ സമയത്താണ് കുമാരി ജയ്ക്ക് ചേട്ടന് കിട്ടുന്നത്. അപ്പോൾ ജയ്ക്ക് ചേട്ടന് കണ്ടിന്യൂസ് കുറച്ച് പടങ്ങളുടെ ഉള്ള സമയമായതുകൊണ്ട് കുമാരിയിൽ കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു ആസ് എ പ്രോഗ്രാമർ അല്ലാതെ കുറച്ചും കൂടെ ഒന്ന് കൂടുതലൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇതായി. അപ്പോൾ ആ സമയത്ത് ടീസർ ചെയ്തു. അങ്ങനെയാണ് ജയ്ക്ക് ചേട്ടനും നിർമ്മലും കൂടി ഒരുമിച്ച് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് മണികണ്ഠനും കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് ഇടാം എന്നുള്ളൊരിത്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് റിലീസ് ചെയ്ത്
വന്ന സിനിമ കുമാരിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എൻ്റെ പേരായിട്ട്. അതിൻ്റെ പേരിലായിട്ട് കൊച്ചാൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഈ ഒരു ടീസർ കണ്ടിട്ട് അതിന് ശേഷം നമ്മുടെ കുടുക്കിലെ അഭിനയിച്ചിട്ടുള്ള കൃഷ്ണശങ്കർ, അദ്ദേഹമാണ് എന്നെ ഇതിൽ കൊച്ചാൾ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ചെയ്യാനായിട്ട്. അപ്പോൾ കുമാരി, കൊച്ചാള്, അങ്ങനെ ഒരു 11 സിനിമയോളം ഈ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കൂടുതൽ സംതൃപ്തി ഉണ്ട് എന്ന് തോന്നിയ ഒരു സിനിമ ഏതാണ്? പെട്ടെന്ന് മനസ്സിലേക്ക് വരുമ്പോൾ വരാന്ന് പറഞ്ഞാൽ എൻ്റെ പേരും എന്നെയും ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നത് അഞ്ചകളൊക്കെ എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ്. കാരണം ഇതുവരെ ഞാൻ ചെയ്ത ഹാർഡ് വർക്കിനൊന്നും എന്താ പറയാ, എൻ്റെ പേര് വളരെ കൃത്യമായിട്ട് വന്നിട്ടില്ല, ആളുകൾക്ക് അറിയൂല. ഇപ്പോ കുമാരിയുടെ ട്രെയിലറും ടീച്ചറും ഇറങ്ങുന്ന സമയത്ത് ആർക്കും അറിയില്ല ഞാനാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത്. ടൈറ്റിലൊക്കെ വായിച്ച അടിയിലേക്ക് യൂട്യൂബിന്റെ ക്രെഡിറ്റ്സ് നോക്കുമ്പോഴാണ് എന്നെ മനസ്സിലാവുക. പിന്നെ ഒട്ടുമിക്ക ആളുകളും പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ അറിയാം, പക്ഷെ എന്നാലും എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ ജെയ്ക്ക് ചേട്ടൻ അത്രയും റെനൗണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് എല്ലാവരും അതിലേക്ക് ശ്രദ്ധ പോയാൽ അപ്പോൾ അത് എനിക്ക് എന്താ പറയുക, വ്യക്തമായൊരു എൻ്റെ പേര് വെച്ചിട്ട് മനസ്സിലായിട്ടില്ല ആളുകൾക്ക്. പല്ലുട്ടി ആയാലും അത് ഈ അവാർഡിൻ്റെ സമയത്താണ് കുറച്ച് ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോഴും അത് റിലീസ് ചെയ്തിട്ടില്ല സിനിമ, അതുകൊണ്ട് അത് അത്രയും വന്നിട്ടില്ല. പക്ഷെ അഞ്ചകളോക്കാൻ റിലീസ് മെക്സിക്കൻ അപാരതയുടെ സമയത്ത് എനിക്ക് കുറച്ചൊരു റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഗോപി സുന്ദറാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോഴത് പൂർണ്ണമായിട്ട് എൻ്റെ എന്ന് പറയുമ്പോൾ പലരും പറയും അത് ഇത് ഗോപി ചേട്ടനാവും ചെയ്തത്. അപ്പോഴും എനിക്ക് ക്രെഡിറ്റ് അങ്ങനെ വന്നിട്ടില്ല. അഞ്ചകളോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവരെയുള്ള സിനിമകളിലൊക്കെ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിങ് സൈഡിലായാലും കുറച്ച് അഡീഷൻ ആളുകളെ ഇടയിലൊക്കെ വന്ന് സുഹൃത്തുക്കളൊക്കെ ഇതിൽ കൂട്ടിയിട്ടുണ്ട്. അഞ്ചകളോക്കാനകത്ത് വേറെ പ്രോഗ്രാമേഴ്സ് ഇല്ല, ഞാൻ മാത്രം കീബോർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഞാൻ മാത്രം ഏറ്റെടുത്ത്. അതെ അതെ തീർച്ചയായും. അപ്പൊ അത് എടുത്ത് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്, ഈ സിനിമയ്ക്കകത്ത് പ്രോഗ്രാമിംഗ് സൈഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ സുമേഷ് പരമേശ്വർ അതുപോലെ ആർട്ടിസ്റ്റുകളൊക്കെ ഗിറ്റാറൊക്കെ ആയിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രോഗ്രാമിംഗ് സെക്ഷനിൽ അധികം ആളുകളില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു 6 മാസത്തോളം എനിക്ക് സമയം കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറെ വർക്കുകളൊക്കെ ആയാലും ഈ സിനിമയ്ക്ക് കുറച്ച് സ്പെഷ്യൽ സമയങ്ങൾ മാറ്റി വെച്ച് മെല്ലെ 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 ചെയ്ത് പോയി. അത് ഉല്ലാസമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പവർ അതും കൂടെയാണ് അഞ്ചകള വെക്കാൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടെ അപ്രതീക്ഷിതമായിട്ട് നല്ല പോസിറ്റീവായിട്ട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞ് അതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പറയുമ്പോൾ ആളുകൾ അറിയുന്ന ഒരു ഇത് വന്നത്. അപ്പോൾ തീർച്ചയായും ഇതുവരെ നിലവിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്സിക്കൻ അപാരത. കാരണം വെച്ച് കഴിഞ്ഞാൽ അതില്ലെങ്കിൽ ഞാനില്ല. ഞാൻ എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന മെക്സിക്കൻ അപാരത. അതിന് ഞാൻ ടോമി മട്ടി, അത് പ്രൊഡക്ഷൻ സൈഡിലുള്ള അനൂപ് കണ്ണൻ. ഫസ്റ്റ് സോങ് നമ്മുടെ കലിപ്പ് സമയത്ത് പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് നിന്നിട്ടുള്ള നമ്മുടെ സുകുമാർ തെക്കേപ്പാട്ട് അദ്ദേഹം. അങ്ങനെ കുറച്ച് സമയമൊക്കെ ആയാലും എനിക്ക് ആദ്യത്തെ എൻ്റെ ഒരു സിനിമ തുടങ്ങുന്ന സമയത്തുണ്ടായ ആളുകളെ മറക്കാൻ പറ്റില്ല. സിദിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സമയം അതാണ് ശരിക്ക് ഒരു വലിയൊരു. പിന്നെ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു സന്തോഷം വരുന്നത് അഞ്ചകളൊക്കെ. മെക്സിക്കൻ അപാരതയിൽ തന്നെ അടിപൊളി ഒരു ലവ് ട്രാക്ക് ഉണ്ട്, ആ ഒരു രണ്ടുപേരാവും. ഓക്കെ, തീർച്ചയായും. രണ്ട് ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തിനാളം, രണ്ട് ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തിനാളം, ഇവളാരോ ഇവളാരോ ആരോ ആരോ, കരിമുകിലലകളിൽ മിന്നൽ പിണരു പോൽ, എരിവയിൽ വേനലിൽ ഒരു മഴത്തുള്ളി പോൽ, ആരോ ഇവളാരോ ആരോ ഇവളാരോ ആരോ ഇവളാരോ 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 ആരോ ആരോ. ഏതായാലും മെക്സിക്കൻ അപാരത പോലെ
അഞ്ചക്കള്ളക്കോക്കാൻ പോലെ ഒരുപാട് പടങ്ങൾ, അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എടുത്തു പറയുന്ന 2 പടങ്ങളാണല്ലോ. അപ്പം അതുപോലെ തന്നെ ഒരുപാട് പടങ്ങൾ ഇനി അവിടെ നിങ്ങളുടെ എല്ലാ വർഷങ്ങളും ഉണ്ടാവട്ടെ, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമ്മുടെ TCV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഓണാശംസകൾ. തീർച്ചയായും നമ്മളിപ്പോൾ ഈ വയനാട് ദുരന്തങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു കുറച്ച് സങ്കടത്തിലാണെങ്കിലും ഈ ഓണം വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ ഒരു പഴയ ഓർമ്മകളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവരും എല്ലാ സങ്കടങ്ങളും മറന്ന് നല്ലൊരു നാളേക്കായി നമുക്ക് ഒന്നിച്ച് ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാം. ഈ ഓണം TCVയോടൊപ്പം ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകളോടെ ഞാനും. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. TCV ഓണം പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഫൈനാൻസ് ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.